രൂപത്തിലേക്ക് ഇതാ തെയ്യത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുമ്പോൾ അത് പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മഹാചൈതന്യം. കേരളം കാവുകളിലൂടെയാണ് കേരളം രൂപപ്പെട്ടത്. ഈ ഇപ്പോഴത്തെ ആരാധനാക്രമം ഏത് വിധത്തിൽ എങ്ങനെ വന്നു എന്നത് മറ്റൊരു പരിവർത്തനത്തിന്റെ ചരിത്രമാണ്. കേരളത്തിന്റെ കാവുകൾ തെയ്യക്കാവുകളായിരുന്നുവെങ്കിൽ ആ തെയ്യത്തിനെ സമർപ്പിക്കുന്നു ഇത്തവണ പാറമേക്കാവ്. മേൽക്കാവ് കീഴ്ക്കാവും ഉണ്ട് പാറമേക്കാവിൽ, മേക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും ഉണ്ട് പാറമേക്കാവിൽ. ആ രണ്ട് ഭഗവതിമാരുടെയും സംഗമിത ആ തട്ടകത്തിലെ കുട്ടികളിതാ തെയ്യത്തെ സമർപ്പിക്കുമ്പോൾ മറുവശത്ത് തിരുവമ്പാടിക്ക് പറയാനുള്ളത് നീലക്കുടകളാണ്. നീല, അഗാധമായ നീല, ആകാശത്തിന്റെ നീല, അലകടലിന്റെ നീല. തിരുവമ്പാടി ഉയർത്തുമ്പോൾ ഈ തെയ്യക്കാവുകളിലെ സങ്കല്പം എത്രത്തോളം മഹത്തായിരുന്നു, അതുപോലെ മഹോന്നതമായ മറ്റൊരു സങ്കല്പത്തിന്റെ നിറച്ചാർത്ത് ഞങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങളുടെ പക്കൽ മറുപടിയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് തിരുവമ്പാടി. നേരത്തെ പറഞ്ഞതുപോലെ തിരുവമ്പാടിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും നിറയുകയാണ് നിറങ്ങൾ. ഈ പുതിയ പ്രകാശവലയങ്ങൾക്ക് ചുറ്റും വരാനിരിക്കുന്നത് എന്തൊക്കെ, അത് കാണാനാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ദിവീഷ്, പല കുടകളും കണ്ടൊന്നും മതിയാവുന്നതിന് മുമ്പേ താഴേക്ക് പോകുന്നു. അല്പം കൂടി നിർത്തിക്കൂടെ ആ കുടകൾ എന്ന് തോന്നിപ്പോകുന്നു. കാരണം കാത്തിരിക്കുന്ന എല്ലാവർക്കും നമ്മളൊന്ന് കണ്ട് പച്ചക്കുടകളിലേക്ക്, പച്ചക്കുടകൾ നിരന്നിൽ നിൽക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ സംസ്കാരത്തിന്റെ തനിമ, നമ്മൾ എത്രത്തോളം സമ്പത്താണ്, പൈതൃകത്തിന്റെ സമ്പത്ത് എത്രത്തോളമാണെന്ന് വെളിവാക്കുന്നതാണ് ഈ തെയ്യരൂപങ്ങൾ. പരമേശ്വരന്റെയും ദേവിയുടെയും ഒക്കെ പല ഭാവങ്ങളാണ് പല തെയ്യരൂപങ്ങളായി കണ്ണൂരും കാസർഗോഡും ഒക്കെ കാവുകളിൽ കെട്ടിയാടുന്നത്. ആ തെയ്യക്കാലങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ആ പൈതൃകത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പൂരനഗരിയിലും. ഇതെല്ലാം ഒരൊറ്റ മാലയിൽ കോർത്ത മണികളാണ്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും വീണ്ടും മാരിവില്ല് എങ്ങനെ വിരിയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ദൈവങ്ങൾ കാത്തു നിൽക്കുന്നത് വീണ്ടും രൂപത്തിലേക്ക് ഇതാ വീണ്ടും രൂപഭാവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു തിരുവമ്പാടി. ഇതാ വീണ്ടും രൂപഭാവങ്ങളിലേക്ക് ദേവീ സങ്കല്പം തൃശൂല രൂപം ചാർത്തിയ ദേവീ സങ്കല്പത്തെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ്. മറുഭാഗത്ത് തെയ്യരൂപമെങ്കിൽ ഇവിടെ ദേവീ സങ്കല്പം തന്നെയാണ്, മറുഭാഗത്ത് തിരുവമ്പാടിയുടെ മറുപടിയായുള്ളത്. ഇനിയും ആരെയൊക്കെ കാണണം. കാളിയാണ്, താരയാണ് ഇത്തവണ തിരുവമ്പാടി കൊണ്ടുവന്നിരിക്കുന്നത്. തിരുവമ്പാടി ഭഗവതി, 8 ഭഗവതികളുണ്ട്, 8 അരക്കാവിൽ അമ്മമാരുണ്ട്. ആ ഭഗവതിമാരെ നിർത്തിക്കൊണ്ട് കാളി രൂപത്തെ, താരയുടെ രൂപത്തെ ഇതാ ആവാഹിക്കുന്നു തിരുവമ്പാടി. കുടകളിന്മേൽ മറുവശത്തെ പാറമേക്കാവ്. മറ്റ് മനോഹരമായ ചിത്രത്തുന്നലുകളുള്ള, മറ്റ് മനോഹരമായ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള അതിശ്രേഷ്ഠമായ ഡിസൈനുകളോടുകൂടിയ കുടകൾ ഇതാ പാറമേക്കാവിന് മറുപടിയായി പറയാനുണ്ട്. ഇഞ്ചോടിഞ്ച്, കമ്പോട് കമ്പ് കത്തിക്കയറുകയാണ് കുടമാറ്റം. കുടമാറ്റത്തിന്റെ ആവേശം ആകാശത്തോളം മുറ്റുന്നു. അതിനപ്പുറത്ത് താഴെ ജനങ്ങൾ ആവേശത്തുഞ്ചത്ത് ഉയലാടുന്ന മറ്റൊരു കാഴ്ച. ആവേശത്തുഞ്ചത്ത് ഉയലാടുന്ന ജനങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇതാ തിരുവമ്പാടി അടുത്ത സെറ്റ് കുടകൾ ഇറക്കുകയാണ്. ആ ദേവീ രൂപങ്ങളെ പിൻവലിക്കുന്നു, അടുത്ത കുടകൾ ഉയർന്നു. വീണ്ടും സ്വർണ്ണവർണ്ണമാർന്ന, അതിലും ചിത്രപ്പണികൾ അതിമനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ചിത്രപ്പണികളുടെ അകമ്പടി അതൊരു സ്വർണ്ണക്കുട കടക്കെ അല്ലേ, സ്വർണ്ണക്കുട കടക്കെ നമ്മുടെ മുന്നിലേക്ക് തെളിയുകയാണ്. സ്വർണ്ണക്കുടയ്ക്ക് വെള്ളി അലുക്കുകൾ ചേർത്ത അതിമനോഹരമായ കാഴ്ച. ഇപ്പോൾ സൂര്യൻ തന്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ്, നമ്മളിൽ നിന്ന് പതുക്കെ അകലുകയാണ്. അവസാനത്തെ തങ്കരശ്മികൾ സൂര്യഭഗവാൻ താഴേക്ക് ഒഴുക്കി വിടരുമ്പോൾ ആ വിതറുന്ന രശ്മികളോട് പ്രതിധ്വനിക്കാൻ ഇതാ തങ്ങൾക്കുമുണ്ട് തങ്കവർണ്ണത്തെ പ്രതിഫലിപ്പിക്കുന്ന കുടകളെന്ന് തിരുവമ്പാടി പറയുമ്പോൾ പാറമേക്കാവും സമാനമായ വിധത്തിലുള്ള കുടകളാണ്. ഈ അന്തിരശ്മികളെ പരമാവധി ഉപയോഗിക്കുന്ന വിധത്തിലുള്ള കുടകൾ പാറമേക്കാവിനും. അത് പാറമേക്കാവും അടുത്ത കുടകളിലേക്ക് മാറാനിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കുടയിലേക്ക് പാറമേക്കാവ് സ്വർണ്ണവർണ്ണമാണ്. എവിടെയും മഞ്ഞയും സ്വർണവും നിറഞ്ഞ വർണ്ണങ്ങളിലുള്ള കുടകളാണ്. അതിലും ചെറിയ വളരെ മൈന്യൂട്ടായ ഡിസൈനുകൾ ചേർത്തിണക്കിക്കൊണ്ടാണ് ഓരോ കുടയും തയ്യാറാക്കുന്നത്. ഇപ്പൊ തന്നെ എത്ര കുട കഴിഞ്ഞാണ്? 1 മണിക്കൂറിൽ 60 എന്നാണ് കണക്കെങ്കിൽ ആ കണക്കൊക്കെ ഇനി പറയാതിരിക്കുന്നതാണല്ലോ. 1 തൊട്ട് എണ്ണുമ്പോൾ എണ്ണി കുറയ്ക്കുന്നു എന്നേ പറയാനുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ സൂര്യരശ്മിയെയും ചേർത്തു പിടിക്കാനുള്ള ശ്രമം ഈ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരത്തിന് താഴെ 2
തട്ടകങ്ങൾ. പാറമേക്കാവും തിരുവമ്പാടിയും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കുടകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പുതിയ ഇരട്ടത്തട്ടുള്ള രണ്ട് മാരിവില്ല് മാനത്തിന് താഴെ എങ്ങനെ വിരിയുന്നു എന്ന് സംശയമുണ്ടെങ്കിൽ ഇതാ വരൂ, ഇതാ പാറമേക്കാവ് തിരുവമ്പാടി ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഇരട്ടത്തട്ടുള്ള കുടകൾ. ഈ കുടകളിലൂടെ തിരുവമ്പാടി പറയുന്നു, ഞങ്ങൾക്ക് കഴിയും മാനത്തിന് താഴെ രണ്ട് മഴവില്ല് ഒന്നിച്ച് വിരിയിക്കാൻ. ഇത് തിരുവമ്പാടിയുടെ കുടകൾ. രണ്ട് നിലയുള്ള കുടകളുമായി ഇതാ തിരുവമ്പാടി ഈ കുടമാറ്റത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നു. പാറമേക്കാവും ആ മറുപടിക്കായി ഇനി ഇരട്ടക്കുടയ്ക്ക്, തിരുവമ്പാടിയുടെ ഇരട്ട നിലകളുള്ള കുടയ്ക്ക് എന്താണ് പാറമേക്കാവിന്റെ മറുപടി? സൂര്യൻ പിൻവലിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓരോ കുടയ്ക്കും തിളക്കമേറിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ പിൻവലിയുമ്പോൾ കുടകൾക്ക് തിളക്കമേറുന്നു. ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ആ പ്രകാശ സംവിധാനങ്ങളിൽ കുടകൾക്ക് കൂടുതൽ തിളക്കമാകുകയാണ്. അതാ ബ്രൗൺ നിറത്തിൽ പച്ച, സ്വർണം, എന്തെന്ത് നിറങ്ങളില്ല അതിൽ. കൃത്യമായ മറുപടി പാറമേക്കാവിനുമുണ്ട്. ആരും തരിമ്പും പിന്മാറാനില്ല. ഇത് പാറമേക്കാവിന്റെ മറുപടി. വീണ്ടും പക്ഷേ തിരുവമ്പാടി ഒരു ഇഞ്ച് മുന്നോട്ട് കയറുകയാണ്. പാറമേക്കാവെ, നിങ്ങൾ നടന്നു പോകുമ്പോൾ തന്നെ കുടകൾ മാറ്റിയില്ലേ? അതിന് പകരം ഇതാ ഒറ്റ നിറത്തിലുള്ള മനോഹരമായ കുടകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇത് തിരുവമ്പാടിയുടെ മറുപടി. തിരുവമ്പാടി നോക്കൂ, എത്ര മനോഹരം! ആലവട്ടവും വെഞ്ചാമരവും, അതിന് മുന്നിൽ ഈ കുടകളും നിറയുമ്പോൾ എത്ര ഈ കണ്ടു നിൽക്കുന്ന ജനസഹസ്രങ്ങളെ, ജനലക്ഷങ്ങളെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിക്കുന്ന മറ്റൊരു ഉത്സവം ലോകത്തെങ്ങുണ്ട്. ഇത്രയും സൗമ്യമായി, ഇത്രയും ശക്തമായി, ഇത്രയും തീവ്രമായി ജനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന സങ്കല്പങ്ങൾ, ഉത്സവങ്ങൾ, നിറങ്ങൾ, നിറച്ചാർത്തുകൾ.